നമസ്കാരം. ഇപ്പോൾ നിലനിൽക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിന്റെ തുടക്കം അത് 2023 ഒക്ടോബർ 7 2023 കഴിഞ്ഞു, 2024 കഴിഞ്ഞു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 2025 2 ദിവസം കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. 15 മാസം പിന്നിട്ടു. ആ സംവിധാനത്തെ കാര്യമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ നഷ്ടങ്ങളൊക്കെ വരുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ഇസ്രായേലിന്റെ ഒരു സൈനിക ശേഷിക്കും കഴിഞ്ഞിട്ടില്ല. അതേസമയം നിരവധി ഗസക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, സ്കൂൾ കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട്, ആശുപത്രികൾ തകർത്തിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 15 മാസം കൊണ്ട് ഗസ എന്ന് പറയുന്ന ആ ഒരു നഗരത്തെ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പൂർണ്ണമായും അവർക്ക് മനുഷ്യന് വസിക്കാൻ കഴിയാത്ത വിധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ അവർ കൊന്നൊടുക്കി. ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും കെട്ടിട സമുച്ചയങ്ങളും അതുപോലെ തന്നെ പാർപ്പിട സമുച്ചയങ്ങളും ഒക്കെ വ്യാപകമായി നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യം. മറ്റൊന്നവർ പറയുന്നത് ഹമാസിന്റെ നിരവധി ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചു, 6000 ഗസക്കാരെ തടവിലാക്കി. യഥാർത്ഥത്തിൽ ഈ ഗസക്കാരെ തടവിലാക്കിയത് ഭൂരിഭാഗം ഗസക്കാരും ഹമാസുകാരല്ല എന്നുള്ളതാണ്. ഹമാസുകാരെ ഒന്ന് തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതി ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വാർത്തകൾക്ക് ഒരു പ്രാധാന്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. കാരണം ദിനം പ്രതി ഇസ്രായേൽ സൈനികർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സൈനികർ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ 2023 ഒക്ടോബർ 7 മുതൽ ഹമാസ് ഇവിടെ വലിയ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതൊന്നും വകവെക്കാതെ ഇസ്രായേലിനെതിരെ വലിയ മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കൃത്യമായ ഒരു കണക്ക് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. 12,000 മുതൽ 23,000 വരെ ഹമാസ് എന്ന് പറയുന്ന ആ സൈനിക സംവിധാനത്തിന്റെ അവരുടെ സായുധ വിഭാഗം ഇപ്പോഴും അതിശക്തമായി തന്നെ ഗസയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 12,000 മുതൽ എന്ന് പറയുന്നത് ഹമാസിനെ മാത്രം ഉദ്ദേശിച്ചാണ്. PIJ എന്ന് പറയുന്ന ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം വേറെ ഉണ്ട് അവിടെ. ആ ഒരു സംവിധാനം ഇവരോടൊപ്പം ചേരുമ്പോൾ 12,000 മുതൽ എന്നുള്ളത് 20,000 മുതൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് അത്ര ശക്തമായി ഗസയിൽ ഇപ്പോഴും ഹമാസിന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല, ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ നാശനഷ്ടങ്ങളെയൊക്കെ അതിജീവിക്കും വിധം കൂടുതൽ ആളുകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാനും സംഘടന പുനർനിർമ്മിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഗസയിൽ വെച്ച് യഹിയ സിൻവാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹമാസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരെയും ഇല്ലാതാക്കി. ഇപ്പോഴും ഹമാസിന്റെ പേര് പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ നഷ്ടങ്ങൾ, ഇവിടെ ഹമാസിന് ചെറിയ നഷ്ടങ്ങൾ വരുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഇസ്മായിൽ ഹനിയയാണെങ്കിലും അല്ലെങ്കിൽ യഹിയ സിൻവാർ ആണെങ്കിലും അവരുടെ ഒരു അംഗം നഷ്ടപ്പെട്ടു എന്നതിലപ്പുറം അവരെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ചെറിയ നഷ്ടം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഇവരൊക്കെ പോയിട്ടും ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നു. പുതിയ ആളുകൾ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിശക്തമായി തന്നെ എന്താണോ അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനി ഹമാസിന്റെ നേട്ടത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഫലസ്തീനിലേക്ക് ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഫലസ്തീനികളെ അടിമകളാക്കി വെക്കുക, അവരെ തടങ്കലിലാക്കുക, പീഡിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള അവരുടെ ആ ഒരു രീതി കാലങ്ങളായി അവർ ഫലസ്തീനികൾക്കെതിരെ നടത്തിപ്പോരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പത്രങ്ങളുടെ ചെറിയ കോളങ്ങളിൽ മാത്രം വാർത്തയായി വന്നിരുന്ന വിഷയങ്ങൾ 1ാം പേജുകളിൽ വാർത്തയായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഹമാസിന്റെ ഇടപെടലിനെ തുടർന്നാണ്. ന്യൂസ് ചാനലുകളുടെ ബ്രേക്കിംഗ് വാർത്തകളിലേക്ക് ഫലസ്തീനികൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹമാസിന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യമാണ്.
ലോകരാജ്യങ്ങൾ ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ പഠിക്കാനും അവരെ അറിയാനും പ്രതികരിക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായാണ്. ഹമാസ് നടത്തുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ഭൂരിഭാഗം വരുന്ന ലോകങ്ങളും പറയാൻ തയ്യാറായി. സ്വന്തം രാജ്യത്തിനു വേണ്ടിയാണ് അവർ പോരാട്ടം നടത്തുന്നത്. ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണെന്ന് ലോകം ഉറക്കെ പറയാൻ തയ്യാറായി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചു. അതായത് ലോകത്തുടനീളം ഇവിടെ ഇസ്രായേലിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ആഭ്യന്തര കലഹം അത് രൂക്ഷമായി. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ അല്ലെങ്കിൽ ഓഫീസിന് നേരെ വരെ പ്രതിഷേധക്കാർ ഓടിയെത്തുന്ന സാഹചര്യമുണ്ടായി. ആ വീട് വളയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹമാസിന്റെ വിജയം എന്ന രീതിയിൽ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അവസാനം അമേരിക്കയിലും അതുപോലെ തന്നെ UK-യിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഹമാസിനു വേണ്ടി അതിശക്തമായ പ്രകടനങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗസക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുർക്കിയെ കുറിച്ച് നമുക്കറിയാം, നാറ്റോ രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ഒരു രാജ്യമാണ്. അമേരിക്ക കൂടി ഉൾപ്പെടുന്ന ഈ നാറ്റോ രാജ്യത്ത് യഹിയ സിൻവാറിന്റെ വലിയ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലെ ഗലാറ്റ ബ്രിഡ്ജിൽ 10,000 ഒത്തുകൂടി എന്നുള്ളതാണ്. ഈ 2025 പുതുവർഷ പിറവിയുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10,000 ഈ ബ്രിഡ്ജിലെത്തിയത്. എന്തായാലും ഈ 10,000 അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി റജബ് തയ്യിബ് എർദോഗാൻ, തുർക്കിയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ എർദോഗാൻ ഇവരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എത്തി. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ കാടത്തത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണവും ഉണ്ടായി. ലോകം മുഴുവൻ ഹമാസിനോടൊപ്പം നിൽക്കുന്നു, ഗസക്കാർക്കൊപ്പം നിൽക്കുന്നു. ഇവിടെ യഹിയ സിൻവാറിന്റെ ഫോട്ടോ വരെ നാറ്റോ രാജ്യമായിട്ടുള്ള തുർക്കി അത് ഉയർത്തിപ്പിടിച്ച് വലിയ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കുന്നു. പുതുവർഷ പുലരിയിൽ അത്തരത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 2024 മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഹമാസിനെ അനുകൂലിച്ച് ലോകം മുഴുവൻ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഗസക്കാരെ അനുകൂലിച്ച് ലോകം മുഴുവൻ തെരുവിലിറങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഹമാസിനെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഒരുപാട് സാധാരണക്കാരെ കൊന്നൊടുക്കി എന്ന് പറയുന്ന ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ ഇവിടെ ഹമാസ് ഒരുപാട് നേടി, ഒരുപാട് ജനപ്രീതി അവർക്കുണ്ടായി. ഒരു സ്വാതന്ത്ര്യ സമര സേനയായി അവരെ ലോകം കണ്ടു. അത്തരത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം ഒരുപാട് സാധാരണക്കാരെ കൊന്നൊടുക്കി എന്ന കാര്യത്തിൽ ഇസ്രായേലിന് ഊറ്റം കൊള്ളാൻ കഴിയും. ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ തുടച്ചു നീക്കാൻ പോയിട്ട് അവരുടെ ശേഷിയെ ഒന്ന് സ്പർശിക്കാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങളെയൊക്കെ അതിജീവിക്കാൻ, സംവിധാനത്തെ പുനർനിർമ്മിക്കാൻ ഹമാസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.